എല്ലാവർക്കും സേഫ് ഹോം ജർമ്മനിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2 ദിവസമായി ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് APS കഴിഞ്ഞാൽ ഇനി ഒരു പുതിയ പരീക്ഷയും കൂടുതൽ എഴുതണമോ, അല്ലെങ്കിൽ ഡിമാറ്റ് എന്താണ്, എല്ലാവർക്കും ഇത് നിർബന്ധമാണോ, അല്ലെങ്കിൽ നമ്മൾ എടുത്ത ഡിഗ്രിയുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ലൈവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിമാറ്റ് സംബന്ധിച്ച് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാകും. ഞാൻ അഡ്വക്കേറ്റ് സജിൻ, സേഫ് ഹോം ജർമ്മനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും APS സർട്ടിഫിക്കറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. APS എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സ് എല്ലാം പരിശോധിക്കുന്നു, നിങ്ങളുടെ ഡിഗ്രി വെരിഫൈ ചെയ്യുന്നു. ഇതുവരെ മാസ്റ്റേഴ്സ് അഡ്മിഷനുള്ള പ്രധാന അക്കാഡമിക് വെരിഫിക്കേഷൻ ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ APS ഇന്ത്യ പുറത്തിറക്കിയ പുതിയ ഗൈഡൻസ് പ്രകാരം തിരഞ്ഞെടുത്ത ചില മാസ്റ്റേഴ്സ് ആപ്ലിക്കേഷന് ഡിമാറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമായേക്കാം. ഒരു കാര്യം തുടക്കം മുതൽ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് എല്ലാവർക്കും ബാധകമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ലൈവ് കാണുന്നവര് എന്തിനു വേണ്ടിയാണ് ജർമ്മനി പോകുന്നതെന്ന് ഒന്ന് കമന്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് സബ്ജക്റ്റ് പഠിച്ചിട്ടാണ് ജർമ്മനി പോകുന്നത് എന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. എന്താണ് ഡിമാറ്റ്? ഡിമാറ്റ് എന്നത് ഡിജിറ്റൽ മാസ്റ്റർ ടെക്സ്റ്റ്. ഇത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇത് നടത്തുന്നത് GAST, Gesellschaft für akademische Studienvorbereitung und Testentwicklung എന്ന ജർമ്മൻ സ്ഥാപനമാണ്. ടെസ്റ്റാസ് ഉൾപ്പെടെയുള്ള ചില അക്കാഡമിക് ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഡിമാറ്റ് എന്നത് APS അല്ല, IELTS അല്ല, ഗ്യോത്തെ എക്സാം അല്ല, ജർമ്മൻ ലാംഗ്വേജ് ടെസ്റ്റ് അല്ല. ഇത് അക്കാഡമിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അതായത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കാൻ ആവശ്യമായ അക്കാഡമിക് തയ്യാറെടുപ്പ് വിലയിരുത്തുന്ന ഒരു പരീക്ഷ. സിംപിളസ്റ്റ് എക്സ്പ്ലനേഷൻ. എന്തുകൊണ്ടാണ് ഡിമാറ്റ് വന്നതെന്ന് നോക്കാം. ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചില ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടുകളിൽ ആപ്ലിക്കേഷൻ വളരെ കൂടുതലാണ്. അത്തരം ചില വിഭാഗങ്ങളിൽ അക്കാഡമിക് റെഡിനെസ് വിലയിരുത്താൻ ഡിമാറ്റ് പോലെയുള്ള ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് അസസ്മെന്റ് ഉപയോഗിക്കാനാണ് ഈ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോണത്, ആർക്കാണ് ഡിമാറ്റ് ബാധകമാകാൻ സാധ്യത? APS ഇന്ത്യ പുറത്തിറക്കിയ ഗൈഡൻസ് അനുസരിച്ച് ചില ഡിഗ്രി ബാക്ക്ഗ്രൗണ്ടുകൾക്ക് പ്രത്യേകമായി പരാമർശിച്ചിരുന്നു. അതിൽ ഒന്നാമതാണ് ഗ്രൂപ്പ് 1 എഞ്ചിനീയറിംഗ്, BTech, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇതുപോലെയുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രീസ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ടെക്നോളജി എന്ന വാക്ക് ഡിഗ്രിയിൽ ഉണ്ടെന്നത് മാത്രം മതിയാകില്ല. APS പ്രധാനമായും ഡിഗ്രിയുടെ ഔദ്യോഗിക ടൈറ്റിൽ പരിശോധിക്കും. ഇനി ഗ്രൂപ്പ് നമ്പർ 2 നോക്കാം. കൊമേഴ്സ്, അക്കൗണ്ടിംഗ്, ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ്. പ്രധാനമായിട്ടും BCom, ബാങ്കിങ്, ഫിനാൻസ്, അക്കൗണ്ടിംഗ്, ടാക്സേഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, BA എക്കണോമിക്സ്, BSc എക്കണോമിക്സ്, ഇതെല്ലാം ഗ്രൂപ്പ് 2-ൽ വരാൻ സാധ്യതയുണ്ട്. ഇനി ഗ്രൂപ്പ് 3 എന്താണെന്ന് നോക്കാം. ബിസിനസ് ആൻഡ് മാനേജ്മെന്റ്, BBA, BBM, BMS, മാർക്കറ്റിംഗ്, HR, ഓപ്പറേഷൻസ്, സപ്ലൈ ചെയിൻ ആൻഡ് ഇൻഫർമേഷൻ ബിസിനസ്, ബിസിനസ് അനലിറ്റിക്സ്, ഇതുപോലെയുള്ള മാനേജ്മെന്റ് ഡിഗ്രീസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെയാണ് കൂടുതൽ വിദ്യാർത്ഥികൾ കൺഫ്യൂസ് ആകുന്നത്. APS നോക്കുന്നത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഔദ്യോഗിക ഡിഗ്രി ടൈറ്റിലാണ്, നിങ്ങൾ പറയുന്ന കോഴ്സ് നെയിം അല്ല. ഉദാഹരണം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതായത് എഞ്ചിനീയറിംഗ് ആയി പരിഗണിക്കപ്പെടാം. പക്ഷേ BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BSc IT, ഇവയ്ക്ക് അതേ കാറ്റഗറി സ്വമേധയാ ബാധകമാണെന്ന് കരുതരുത്. ഡിഗ്രി ടൈറ്റിൽ തന്നെയാണ് നിർണായകം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആരെല്ലാമാണ് ഓട്ടോമാറ്റിക്കായി ഈ വിഭാഗത്തിൽ വരാൻ ചാൻസ് ഇല്ലാത്തത്. ഗൈഡൻസ് പ്രകാരം താഴെ പറയുന്ന ഡിഗ്രികൾ സ്വമേധയാ ഈ കാറ്റഗറിയിൽ വരുമെന്ന് കരുതരുത്. അതായത് BCA,
BSc Information Technology, Artificial Intelligence, Cyber Security, Data Science, Hotel Management, Tourism Management, Healthcare Management, Aviation Management, ഇവയ്ക്ക് ഓരോന്നും ബന്ധപ്പെട്ട ഔദ്യോഗിക ഗൈഡൻസ് പരിശോധിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിമാറ്റും APS തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഏറ്റവും വലിയ മിത്ത്. പലരും കരുതും ഡിമാറ്റ് പാസ് ചെയ്ത APS വേണ്ട. അല്ല, APS വെരിഫിക്കേഷൻ വേറെ തന്നെയാണ്, ഡിമാറ്റ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. APS പരിശോധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കാഡമിക് ഡോക്യുമെന്റ്സ് ആണ്. ഡിമാറ്റ് പരിശോധിക്കുന്നത് അക്കാഡമിക് ആപ്റ്റിറ്റ്യൂഡ് ആണ്. രണ്ടും വ്യത്യസ്തമായ ഘട്ടങ്ങളാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുക, എക്സാം ഡിഗ്രി ടൈറ്റിൽ വായിക്കുക. രണ്ടാമത്, നിങ്ങളുടെ ഡിഗ്രിക്ക് മുകളിൽ പറഞ്ഞ 3 ഗ്രൂപ്പുകളിൽ വരുമോ എന്ന് പരിശോധിക്കുക. ഞാൻ കുറച്ച് ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2, ഗ്രൂപ്പ് നമ്പർ 3 പറഞ്ഞല്ലോ. അതിനകത്ത് നിങ്ങളുടെ ഡിഗ്രി വരുന്നുണ്ടോ നോക്കാം. ഇനി സ്റ്റെപ്പ് നമ്പർ 3, APSന്റെ വെബ്സൈറ്റ് സ്ഥിരമായി ഫോളോ ചെയ്യുക. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 4, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് പരിശോധിക്കുക. കാരണം അഡ്മിഷൻ റിക്വയർമെന്റ്സ് യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരാം. ഓക്കെ, ഇനി എൻ്റെ ഒരു സിംപിളസ്റ്റ് അഡ്വൈസ് ടു എവ്രി വൺ ഹു ആർ വാച്ചിങ് ദിസ് വൺ: സോഷ്യൽ മീഡിയ റൂമേഴ്സ് വിശ്വസിക്കാതിരിക്കുക. ഒഫീഷ്യൽ വെബ്സൈറ്റ് മാത്രം ഫോളോ ചെയ്യുക. ജർമ്മനിയുടെ അഡ്മിഷൻ റൂൾസ് മാറിക്കൊണ്ടിരിക്കും. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നാൽ മാത്രമേ ഫൈനൽ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. സോ നമ്മൾ എന്ത് കണ്ടു? ഡിമാറ്റ് എന്താണെന്ന് കണ്ടു, ആരാണ് നടത്തുന്നതെന്ന് കണ്ടു, ആർക്കാണ് ബാധകമാകാൻ സാധ്യതയെന്ന് പഠിച്ചു, എഞ്ചിനീയറിംഗ് എന്താണെന്ന് പഠിച്ചു, കൊമേഴ്സ്, ബിസിനസ് മാനേജ്മെന്റ്, APS നിന്ന് വ്യത്യാസം എന്താണെന്ന് പഠിച്ചു. ആൻഡ് കോമൺ മിത്സ് ആൻഡ് മൈ അഡ്വൈസ് ഓൾസോ ഐ ഹാവ് ഗിവൻ ടു യു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി ഗ്രേറ്റ്ഫുൾ if you can share this video to someone who wants to come to Germany. And നിങ്ങൾക്ക് എൻ്റെ ആ ഒരു ജർമ്മൻ കമ്മ്യൂണിറ്റിയിലേക്ക്, അതായത് സേഫ് ഹോം ജർമ്മനി ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് പിന്നെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളന്ന് ലിങ്ക് കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനലിലെ പോസ്റ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. എല്ലാ ഇൻഫർമേഷനും ജെന്യുവൻ ആയിട്ടുള്ള ആസ് പെർ ദ റൂൾസ് ഇൻഫർമേഷൻ ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ആസ് യൂഷ്വൽ മൺഡേ ടു സാറ്റർഡേ എല്ലാ ദിവസവും 10 മണിക്ക് ജർമ്മൻ റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് നമ്മുടെ ഈ സേഫ് ഹോം ചാനലിൽ, സേഫ് ഹോം ജർമ്മനി ചാനലിൽ വരുന്നതുമാണ്. ഓക്കെ, auf Wiedersehen and choose. See you tomorrow.